ഹലോ ഫ്രണ്ട്സ്, വിൻ്ററൈസിങ്ങിന് ശേഷം വണ്ടി ഓടിക്കുന്നതിന് മുൻപായിട്ട് ഞാൻ എൻ്റെ ബൈക്കിൻ്റെ ഹെൽത്ത് എപ്പോഴും ചെക്ക് ചെയ്യാറുണ്ട്. അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. നമ്മുടെ ബൈക്കിൻ്റെ ഹെൽത്ത് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന OBD സ്കാനറാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഓട്ടൽ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ OBD സ്കാനർ. ഇത് ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷനിലൊക്കെ പെട്ട OBD സ്കാനറിൽ പെടുന്ന ഒന്നാണ്. ഇന്നിപ്പോൾ ഡിജിറ്റൽ സ്കാനേഴ്സൊക്കെ ലഭ്യമാണ്. അപ്പോൾ ഇവിടെ പ്രാഥമികമായിട്ട് നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ ബൈക്കിൻ്റെ സീറ്റിൻ്റെ താഴെയായിട്ട് അഥവാ ബാറ്ററി കമ്പാർട്ട്മെൻറ്റിന് അടുത്തായിട്ട് ഒരു OBD പോർട്ട് അല്ലെങ്കിൽ ഒരു ഡാറ്റ ലിങ്ക് കണക്ടർ DLC പ്രൊവൈഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ DLC അല്ലെങ്കിൽ ഈ OBD പോർട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് അത് OBD സ്കാനറുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ OBD സ്കാനറുമായിട്ട് കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ബൈക്കിൻ്റെ ഇഗ്നിഷൻ ഓൺ ചെയ്യുമ്പോൾ ഈ OBD സ്കാനർ ബൂട്ടപ്പ് ചെയ്യുന്നു. അങ്ങനെ ബൂട്ടപ്പ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തെങ്കിലുമൊക്കെ എറർ കോഡ്സ് അല്ലെങ്കിൽ എറേഴ്സ് വണ്ടിക്കകത്ത് ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ സെൻസറുകളുടെ സഹായത്തോടു കൂടി എറർ കോഡ്സ് ആയിട്ട് നമുക്കത് സ്കാനറിൽ കാണാൻ സാധിക്കും. അതാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഓക്കെ, ഞാനിപ്പോൾ കണക്ട് ചെയ്തു, ബൂട്ടപ്പ് ചെയ്തു, അതിനുശേഷം ഇഗ്നിഷൻ മാത്രം ഓൺ ചെയ്തു, ക്രാങ്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഇഗ്നിഷൻ ഓൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കിതുപോലെ പോർട്ടുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഓൺ ബോർഡ് കമ്പ്യൂട്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ എറർ കോഡ്സ് ഉണ്ടെങ്കിൽ നമുക്കത് കാണാൻ സാധിക്കും. എറർ കോഡ്സ് ഇല്ലെങ്കിൽ 0 കാണിക്കും. പിന്നെ എന്തെങ്കിലും DTC എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, ഡയഗ്നോസ്റ്റിക് ട്രബിൾ കോഡ്സ്. അപ്പോൾ ഡയഗ്നോസ്റ്റിക് ട്രബിൾ കോഡ്സ് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ട്രബിൾ കോഡ്സ് ഉണ്ടെങ്കിൽ നമുക്കതിൽ ഈസി ആയിട്ട് കാണാൻ പറ്റുകയും ആ കോഡ്സ് മെക്കാനിക്കിന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ വണ്ടി ഓടിക്കുന്നതിന് മുമ്പ് തന്നെ മെക്കാനിക്കിനോട് പറഞ്ഞ് ഇത് കാണിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അയാൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് വണ്ടിയുടെ പ്രശ്നമെന്ന്. ഇനി അത് നമുക്ക് ക്ലിയർ ചെയ്തിട്ട് വേണമെങ്കിൽ വണ്ടി ഓടിച്ച് പോവുകയും ചെയ്യാം, ഗുരുതരമല്ലെങ്കിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരം, വിൽ കം ടു നോ വാട്ട് എക്സാക്ട്ലി ഗോൺ റോങ് വിത്ത് ദ മോട്ടോർ സൈക്കിൾ ബിഫോർ റൈഡിങ് ഓൺ ദ റോഡ്. അപ്പോൾ മെക്കാനിക്കിൽ നിന്നൊരു ഇൻഫർമേഷൻ കിട്ടി, ഒരു ഐഡിയ കിട്ടിയതിന് ശേഷം നമുക്കത് നമ്മുടെ മെക്കാനിക്കിൻ്റെ അടുത്ത് കൊണ്ടുപോയി വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ക്ലിയറിന് ശേഷം മനസ്സമാധാനത്തോടു കൂടി വണ്ടി ഓടിക്കാം. അപ്പോൾ ഇപ്പോൾ ഞാൻ നോക്കിയിട്ട് എനിക്ക് എറർ കോഡ്സ് ഒന്നും കണ്ടില്ല. എവറിത്തിങ് വാസ് ഓക്കെ, 0 എറർ കോഡ്സ് ആണ് കാണിക്കുക. ദാറ്റ് മീൻസ് മൈ വിൻഡോ ഡ്രസ്സിംഗ് വാസ് സക്സസ്ഫുൾ. കാരണം വണ്ടി സ്വാഭാവികമായിട്ട് കട്ടപ്പുറത്തിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരാമല്ലോ. അപ്പോൾ സോഫാർ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് OBD സ്കാനർ കാണിക്കുന്നത്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. OBD സ്കാനർ വാങ്ങിക്കുക, കണക്ട് ചെയ്യുക, പോർട്ടുമായി കണക്ട് ചെയ്യുക, ജസ്റ്റ് ഇഗ്നിഷൻ ഓൺ ചെയ്യുക. എന്തെങ്കിലും എറർ കോഡ്സ് ഉണ്ടെങ്കിൽ അത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണിക്കും. ഓക്കെ, പിന്നെ ഇത് നമ്മൾ വണ്ടി ക്രാങ്ക് ചെയ്തതിന് ശേഷം അതിൽ ലൈവായിട്ടുള്ള കുറേ ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. ഫോർ എക്സാമ്പിൾ നമ്മുടെ RPM, എഞ്ചിൻ്റെ RPM, പിന്നെ ടെമ്പറേച്ചർ, പ്രഷർ, പിന്നെ ഓരോ സെൻസേഴ്സിൻ്റെയും ലൈവായിട്ടുള്ള ഡാറ്റാസ്, കാറ്റലിക് കൺവേർട്ടറിൻ്റെ ഡാറ്റാസ്, അങ്ങനെ ഒത്തിരി ഇൻഫർമേഷൻസ്. അത് ഒരു വിദഗ്ധനായ മെക്കാനിക്കിന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഇൻഫർമേഷൻസ്. അല്ലെങ്കിൽ ഈ എറർ കോഡ് വിശദീകരിക്കുന്ന ഡയഗ്നോസ്റ്റിക്സ് കോഡ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ലിറ്ററേച്ചറിൻ്റെ സഹായത്തോടു കൂടി മനസ്സിലാക്കാൻ പറ്റുന്ന ഇൻഫർമേഷൻസാണ് അത് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ എക്സ്പേർട്സുകൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഞാനങ്ങനെ ചെക്ക് ചെയ്തു, ഓരോന്നും എടുത്ത് ചെക്ക് ചെയ്തു. എൻ്റെ വണ്ടിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, കമ്പോണൻറ്റ് ടെസ്റ്റ് എൻ്റെ vehicle info, turn key on while engine off, vehicle ID number, calibration and vehicle, okay, അതെല്ലാം നമുക്ക് കിട്ടും. ID നമ്പറൊക്കെ ഇവിടെ കിട്ടും. ദാറ്റ്സ് ഫൈൻ. ഓക്കെ, ഇതാണ്. അപ്പോൾ റീഡ് കോഡ്സ് കൂടാതെ ഓൺ ബോർഡ് മോണിറ്ററിംഗ്, കമ്പോണൻറ്റ് ടെസ്റ്റ്, വെഹിക്കിൾ ഇൻഫോ, മോഡ്യൂൾ, യൂണിക്കേഴ്സ് മെഷർമെൻറ്റ്. ഓക്കെ, റീഡ് കോഡ്സ് നമുക്ക് നോക്കാം, എന്തെങ്കിലും എറർ കോഡ് ഉണ്ടോ എന്ന് നോക്കാം. മെയിനായിട്ട് അതാണ്. നോ കോഡ്സ് ആർ എൻഡിങ് കോഡ്സ്. ഓക്കെ, സോ എറർ കോഡ്സുകളൊന്നും കാണുന്നില്ല. ഓക്കെ, പിന്നെ ഉള്ളത് ലൈവ് ഡാറ്റയാണ്. IM റെഡിനെസ് നോക്കാം. Operating system okay, secondary system okay, oxygen sensor okay, not okay ആയിട്ടൊന്നും കാണുന്നില്ല. Everything is okay.
are okay. Okay, so almost all systems are okay. Then oxygen